രാവിലെ തന്നെ ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഞാനും കുഞ്ഞാവും കൂടി ഒരു പാക്കറ്റ് കൂണുണ്ടായിരുന്നു അത് കൊണ്ടു കൊടുക്കാൻ പോവാണ്. തിരിച്ചു വരാൻ നേരത്ത് വൈകിട്ടത്തേക്കായിട്ട് ഒരു പാക്കറ്റ് പാല് വാങ്ങി ഒരു പാക്കറ്റ് സേമിയ വാങ്ങിയിട്ടുണ്ട്. സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാനാണ്. പീലിമോളും കുഞ്ഞാവയും ചോറൊന്നും കഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കാം. അവർക്ക് നൂഡിൽസ് ഇഷ്ടമാണ്. അപ്പോൾ ഈ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഒരു പച്ചമുളകും ഒരു കുഞ്ഞ് സവാളയും അരിഞ്ഞെടുത്ത് കടുക് താളിച്ച് അതിലേക്ക് സവാള പച്ചമുളക് ഇട്ട് വഴറ്റിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് നോക്കാൻ വേണ്ടി മോൻ വന്ന് എത്തി നോക്കുന്നുണ്ട്. സേമിയ കണ്ടപ്പോൾ അവൻ വിചാരിച്ചു പായസം ഉണ്ടാക്കാനാണെന്ന്. അങ്ങനെ ഉപ്പുമാവാണെന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ തിരിച്ചു പോയിട്ടോ. അപ്പോൾ കുഞ്ഞുമാവക്കും പീലിമോൾക്കും കൂടി സേമിയ ഉപ്പുമാവ് എടുത്തു. എനിക്ക് കഴിക്കാനായിട്ട് ചോറും കൂർക്കുപ്പേരിയും പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ, വിശന്ന് പൊരിഞ്ഞിരിക്കുവാണ്. അങ്ങനെ ഒന്ന് വീഡിയോയ്ക്ക് വേണ്ടി ഇവിടെ നിന്ന് കഴിച്ചിട്ട് പിന്നെ അപ്പുറത്ത് പോയിരുന്ന് കഴിക്കാൻ പോകാൻ കേട്ടോ. അത് കുഞ്ഞുമാവക്കും പീലിമോൾക്കും ഉപ്പുമാവും കൊടുത്ത് ഞാൻ ചോറും കഴിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വൈകിട്ടത്തേക്ക് കപ്പ വാങ്ങിയിട്ടുണ്ട്. കപ്പയും കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കപ്പ കൊത്തി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല കപ്പയാണ്, കട്ടൊന്നുമില്ലാത്ത കപ്പയാണ്. പിന്നെ ഇത് നേരിട്ട് നമുക്ക് താളിക്കാം. അപ്പോൾ കടുക് പൊട്ടി വന്നപ്പോഴേക്കും അതിലേക്ക് വെളുത്തുള്ളിയും സവാള അരിഞ്ഞതും കൂടി ഇട്ട് വഴറ്റി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി മൂപ്പിച്ചിട്ട് അതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അത് തേച്ച് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ ഒന്ന് ഇളക്കി നോക്കി, വെന്തിട്ടില്ല, ഒന്നും കൂടി വേവണം. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റവും ഒന്ന് തുടച്ചിട്ടിട്ട് ഹോളും റൂമൊക്കെ അടിക്കണം. അപ്പോൾ ഹോളിൽ കളിക്കാനായിട്ട് പീലിമോളും കുഞ്ഞാവും കൊണ്ട് ഒരു പായ കൊണ്ടിട്ടുണ്ടായിരുന്നു. അത് മടക്കി വെച്ചിട്ട് ഇതേ അടിച്ച് വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതേ പീലിമോളും കുഞ്ഞാവയൊക്കെ ഇതിലേക്ക് ഓടി നടക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞാവയാണ്. ഞാൻ അടിച്ചിടും. അപ്പോൾ ആ ചവറൊക്കെ പിന്നെ തൂത്തുവാരി കൊണ്ടുപോകലാണ് ഇവരുടെ പണി കേട്ടോ. അടിച്ചൊക്കെ വന്നപ്പോഴേക്കും എന്ത് ചെയ്യുന്നു, നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഇറക്കി വെച്ചിട്ട് ഉച്ചത്തെ ചോറില്ലേ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഞ്ഞിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതും റെഡിയായി. നമ്മുടെ വാഷിംഗ് മെഷീൻ എനിക്ക് ചെറുതായിട്ടൊരു പണി തരുന്നുണ്ട് കേട്ടോ. അലക്കി ആ വെള്ളം ഇങ്ങനെ ഓസി കൂടി പോകുന്നില്ല, അതിൻ്റെ അടിയിലത്തെ എന്തോ സാധനം വിട്ട് പോയിട്ടുണ്ട്. അത് നേരെ ഫ്ലോറിലേക്കാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതും കൂടി അടിച്ച് കളയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ പോകണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാവേ. ബൈ.